ലോകത്തിന്റെ മറഞ്ഞിരിക്കുന്ന ഭരണകൂടം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വായിക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും കേൾക്കുന്ന ശബ്ദങ്ങളും എല്ലാം സത്യമായിരിക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് ഭരണത്തിലെത്തിക്കുന്ന രാഷ്ട്രീയക്കാരല്ലെങ്കിലോ? എങ്കിൽ പിന്നെ ആരാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്? ഒരുപക്ഷെ ആരുമറിയാതെ നിഴലുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു മറഞ്ഞിരിക്കുന്ന ഭരണകൂടമായിരിക്കാമത്. ഇന്ന് നമ്മൾ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കാൻ പോവുകയാണ്. തയ്യാറാണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ കളി തുടങ്ങിയിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തിന്റെ സമ്പത്ത് നിയന്ത്രിച്ചിരുന്നത് കുറച്ച് സമ്പന്ന കുടുംബങ്ങളായിരുന്നു. റോത്ത്ചൈൽഡ്സ്, റോക്കഫെല്ലേഴ്സ്, മോർഗൻസ്. ഈ പേരുകൾ കേട്ടിട്ടുണ്ടോ? വലിയ എണ്ണക്കമ്പനികളും ബാങ്കുകളും മാത്രമല്ല, ലോകരാഷ്ട്രീയത്തെ തന്നെ നിയന്ത്രിക്കാൻ മാത്രം സ്വാധീനം അവർക്കുണ്ടായിരുന്നു. ലോകമഹായുദ്ധങ്ങൾ പോലും ഇവരുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്ന് ആരോപണങ്ങളുണ്ട്. ലോകരാജ്യങ്ങൾ തമ്മിൽ പോരടിക്കുമ്പോൾ ആയുധങ്ങളും പണവും നൽകി ലാഭം കൊയ്തിരുന്ന ഒരു രഹസ്യസംഘം അന്നുണ്ടായിരുന്നു അത്രേ. ഇന്ന് ഈ നിയന്ത്രണം കൂടുതൽ ശക്തമാണ്. ഗൂഗിൾ, ഫേസ്ബുക്ക്, ആമസോൺ പോലുള്ള വലിയ ടെക് കമ്പനികൾ നമ്മുടെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നു. നിങ്ങൾ ഓൺലൈനിൽ തിരയുന്ന ഓരോ വാക്കും, കാണുന്ന ഓരോ വീഡിയോയും, ചെയ്യുന്ന ഓരോ വാങ്ങലും എല്ലാം ഡാറ്റയായി ശേഖരിക്കുന്നു. ഈ ഡാറ്റ ഉപയോഗിച്ച് നിങ്ങളുടെ ചിന്തകളെയും രാഷ്ട്രീയ തീരുമാനങ്ങളെയും, എന്തിന് നിങ്ങളുടെ വിശ്വാസങ്ങളെപ്പോലും സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കും. ചില സർക്കാരുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് ഒരു ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റം ഉണ്ടാക്കുന്നുവെന്നും പറയപ്പെടുന്നു. ഇല്യൂമിനാറ്റി, ബിൽഡർബർഗ് ഗ്രൂപ്പ്. ഇത്തരം രഹസ്യ സംഘടനകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരും കോടീശ്വരന്മാരും മാധ്യമ മേധാവികളും ഇത്തരം യോഗങ്ങളിൽ രഹസ്യമായി ഒത്തുകൂടുന്നു. അവർ എന്ത് സംസാരിക്കുന്നു? എന്താണ് തീരുമാനിക്കുന്നത്? ഒരുപക്ഷെ ലോകത്തിന്റെ അടുത്ത നീക്കം എന്തായിരിക്കണം എന്നായിരിക്കാം. 2020-ൽ ലോകത്തെ പിടിച്ചുകുലുക്കിയ കോവിഡ്-19 മഹാമാരി ഓർമ്മയില്ലേ? ശാസ്ത്രലോകം ഇതിനെ ഒരു പ്രകൃതി ദുരന്തമായി കാണുമ്പോൾ ചിലർ പറയുന്നു ഇത് വെറുമൊരു രോഗമായിരുന്നില്ലെന്ന്. ജനങ്ങളെ ഭയപ്പെടുത്തി വീട്ടിലിരുത്താനും അവരുടെ സ്വാതന്ത്ര്യം കവർന്നെടുക്കാനും ചിലർ മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യമായിരുന്നു അതെന്ന്. ലോക്ക്ഡൌണുകളും ഡിജിറ്റൽ ഹെൽത്ത് പാസുകളും ആളുകളെ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധി മാത്രമായിരുന്നെന്നും അവർ വിശ്വസിക്കുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ? ഒരുപക്ഷെ ഒരു ലോക ഗവൺമെന്റ് നിലവിൽ വന്നേക്കാം. ഒരു ആഗോള കറൻസി, ഒരു ആഗോള തിരിച്ചറിയൽ സംവിധാനം, ഒരു പൊതുനിയമം. ഇതൊക്കെ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് സ്വകാര്യത പൂർണ്ണമായും ഇല്ലാതാക്കുമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ ഇടപാടും സർക്കാരിന് നേരിട്ട് നിരീക്ഷിക്കാൻ സാധിക്കുന്ന ഡിജിറ്റൽ കറൻസികൾ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? ഗൂഢാലോചനകൾ സത്യമായി കൊള്ളണമെന്നില്ല. പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ഭയക്കാത്ത കാലത്തോളം സത്യം നമ്മളിൽ നിന്ന് അകന്നുപോകും. കാരണം നമ്മൾ കാണുന്ന ലോകം മാത്രമല്ല, നമ്മൾ അറിയാത്ത ഒരു ലോകം കൂടി ഇവിടെയുണ്ട്. അടുത്ത ഒരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി.